അതുപോലെ തന്നെ കുറേ ചോദിച്ച കാര്യമായിരുന്നു, ഇപ്പോൾ എന്താ മാൾട്ടയിൽ നിന്ന് മൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? സെക്കൻഡറി പെർമിറ്റ് വെച്ചിട്ട് ഞാൻ ഒരു 6-7 മാസം ബർഗർ കിങ്ങിൽ തന്നെ ജോലി ചെയ്തായിരുന്നു. 10 lakhs അടുത്ത് എന്തായാലും എക്സ്പെൻസ് വന്നായിരുന്നു, ഫീസും നമ്മുടെ എക്സ്പെൻസും. ഞാനിപ്പോൾ ഉള്ളത് സ്ലീമ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി സ്ഥലത്താണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 7:30 ബട്ട് സ്റ്റിൽ ഒരു നട്ടുച്ചയ്ക്കൊക്കെ വന്ന ഫീലാട്ടോ. I am falling, I keep falling further away. Don't wanna show it, don't wanna show you. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കണ്ടായിരുന്നു, ബ്രോ എങ്ങനെയാണ് മാൾട്ടയിലെത്തിയത്, വർക്ക് വിസയിലാണോ സ്റ്റുഡൻറ്റ് വിസയിലാണോ പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ പാടായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ എക്സ്പീരിയൻസ്, ആക്ച്വലി ഇപ്പം എന്താ ചെയ്യണേ, സ്റ്റേ ബാക്കിലാണോ എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. സോ ഐ തോട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലൈക്ക് ഓഫ് കോഴ്സ് എല്ലാവരും പോലെ ഞാനും ലാസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് വിസയിലായിരുന്നു മാൾട്ടയ്ക്ക് വന്നത്. എൻ്റെ കോളേജ് MCAS ആയിരുന്നു. ഞാൻ പഠിച്ച കോഴ്സ് എന്ന് പറയുമ്പോൾ PG ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് 1 year കോഴ്സായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ലൈക്ക് ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ നിന്നും പോകേണ്ട വരില്ലായിരുന്നു. കോഴ്സ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ഞങ്ങളൊക്കെ ഭയങ്കര ലക്കി ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാ ദിവസവും പാർട്ട് ടൈം പോകാൻ പറ്റി. ഇപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ ഒരു മന്ത് അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് ഒക്കെ ആയപ്പോഴത്തേക്കും പാർട്ട് ടൈം കിട്ടിയില്ലെങ്കിലും ഒരു 2-3 months ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവർക്കും ഓൾമോസ്റ്റ് പാർട്ട് ടൈം ആയിരുന്നു. ഇപ്പോൾ പക്ഷെ ഞാൻ കുറച്ചുകൂടി ലക്കി ആയതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ എനിക്ക് ഞാൻ വന്ന ആ ഒരു മാസം തന്നെ ആക്ച്വലി ഇവിടെ അടുത്ത് MC ടവർ സ്ഥലത്ത് പാർട്ട് ടൈം ഫൈൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ കാർ വാഷിംഗ് ആയിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ റെന്റിന് പോണ കാറുകൾ ലൈക്ക് വരുമ്പോൾ നമ്മൾ ഗ്യാരേജിലിട്ട് കഴുകിടുക, അതായിരുന്നു പരിപാടി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമായിരുന്നു, നമുക്ക് പാർട്ട് ടൈം ചെയ്തിട്ട് നമുക്ക് എന്താ നമ്മുടെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് സേവിങ്സ് നാട്ടിലേക്ക് അയക്കാൻ പറ്റുമോ, നമുക്ക് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. പാർട്ട് ടൈം ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് ഇവിടെ സുഖമായിട്ട് മീറ്റ് ചെയ്യാം. ഇപ്പോൾ എന്താ ഒരു വീക്കിലി നമ്മളൊരു 20-30 hours ജോലിക്കൊക്കെ പോയാലും തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു എന്താ നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പൈസ എങ്ങനെയാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറേയൊക്കെ നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മൾ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് സിംഗിൾ പെർമിറ്റിൻ്റെ 15% ടാക്സ് എന്തോ കട്ടായിട്ട് ബാക്കി നമുക്ക് സാലറി കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാനൊക്കെ പറ്റും. അത് ഞാൻ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയാം. നമുക്കൊരു അത്യാവശ്യം നല്ല ഒരു ബേസിക് പേ ഉള്ള പാർട്ട് ടൈം ജോലി കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേയൊക്കെ സേവിങ്സ് നാട്ടിലേക്ക് അയക്കാൻ പറ്റും. കുറച്ച് മാസം ഞാൻ അതുപോലെ കാർ വാഷിന് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞ് പെർമിറ്റ് എടുത്തത് ബർഗർ കിങ്ങിലായിരുന്നു ഞാൻ ഫസ്റ്റ് എൻ്റെ ഒഫീഷ്യൽ പാർട്ട് ടൈം തുടങ്ങിയ ഇവിടെ വന്നിട്ട്. അതെനിക്ക് തോന്നുന്നു വന്ന് കഴിഞ്ഞിട്ടൊരു 6 months എന്തോ എടുത്തു ആ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വരാൻ. ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഈ സമ്മറിൻ്റെയൊക്കെ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം പേപ്പറുകളുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ല ഡിലേ ഉണ്ടായിരുന്നു. സോ അങ്ങനെ സെക്കൻഡറി പെർമിറ്റ് ഒക്കെ എടുത്ത് ഫസ്റ്റ് ബർഗർ കിങ്ങിലായിരുന്നു ജോലി തുടങ്ങി. അവിടെ ഒരു എനിക്ക് തോന്നുന്നു 6-7 മാസം എന്തായാലും ജോലി കിട്ടുന്നുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവൻ പാർട്ട് ടൈം ഒക്കെ ആണ്, ഫുൾ ടൈമേഴ്സിനേക്കാളും പേയ്മെന്റ് പാർട്ട് ടൈമേഴ്സിന് ഉണ്ടായിരുന്നു അവിടെ. അത് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചായിരുന്നു, വന്നേ നമുക്ക് എടുക്കണ എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ. ഇപ്പം ഞാനാണെങ്കിലും എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് വന്ന ആളാണ്. ഞാൻ കോഴ്സ് അടയ്ക്കാനുള്ള ഫീസ് നാട്ടിൽ നിന്ന് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കൊളാട്രൽ ലോൺ വെച്ചിട്ട് എടുത്ത് വന്ന ആളാണ്. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ലൈക്ക് ഞാനങ്ങനെ ലോൺ അടച്ച് തീർത്തു എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ലൈക്ക് ഞാൻ ഉണ്ടാക്കണ ഒരു സേവിങ്സിൻ്റെ ഒരു 30% ഒക്കെ ഞാൻ സ്റ്റിൽ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്താ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ പഠിച്ച കോഴ്സായിട്ടുള്ള ജോലിയൊന്നുമല്ല ചെയ്യണം. ആക്ച്വലി ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നാനുള്ള ആരും അങ്ങനെ പഠിച്ച കോഴ്സായിട്ട് മാത്രം ബേസ് ആയിട്ടുള്ള ജോലി ചെയ്യേണ്ടെന്ന്. എല്ലാവർക്കും എവിടുന്ന് ഒരു ആക്ച്വലി നല്ല പേയ്മെൻറ്റ് കിട്ടണോ മിക്കവരും അവിടെയൊക്കെ തന്നെ ഫുൾ ടൈം ആവാൻ ചെയ്യാറ്. അല്ല പിന്നെ ലൈക്ക് ഇങ്ങനെ കെയർ ഹോം ഫീൽഡ് അല്ലെങ്കിൽ എന്താ നമുക്ക് അത്ര ഡോക്ടർ ഫീൽഡ് ലൈക്ക് നേഴ്സുമാർ ഫീൽഡ് അല്ലെങ്കിൽ കെയർ ഫീൽഡ് അങ്ങനെയുള്ളവരൊക്കെ മാത്രമേ അത് പഠിച്ചു കഴിഞ്ഞിട്ട് അതായിട്ട് റിലേറ്റഡുള്ള ജോലി ചെയ്യാൻ കയറാറുള്ളൂ. ഈവൻ എനിക്ക് തന്നെ അറിയാം, കെയർ കോഴ്സ് പഠിച്ചിട്ട് ലൈക്ക് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് എന്താ കെയറായിട്ട് പഠിച്ചിട്ട് വേറെ ഫീൽഡിലേക്ക് മാറുന്നവരുണ്ട്. പക്ഷെ നേരെ തിരിച്ചുണ്ട്, ലൈക്ക് ഇപ്പോൾ ഈവൻ ഹോസ്പിറ്റാലിറ്റി പഠിക്കാൻ വന്ന ആൾക്കാർ കെയറായിട്ട് മാറുന്നവരുണ്ട്. അങ്ങനെ നമുക്ക് ആരും അങ്ങനെ എന്താ ഇന്ന ഫീൽഡിലേക്ക് മാത്രമേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡിൽ മാത്രമേ ജോലി നോക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല ഇവിടെ ആക്ച്വലി. പക്ഷേ നമുക്ക് വർക്ക് പെർമിറ്റ് വെക്കുന്ന സമയത്ത് മാത്രം ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നാലുള്ളൂ. പക്ഷെ മാക്സിമം എല്ലാവരും ഞാൻ കണ്ടാണ് എവിടെയാണ് അവർക്ക് നല്ല പേയ്മെന്റ് കിട്ടണേ അവിടേക്ക് അവർ ഫുൾ ടൈം ആവുക ചെയ്യാറ്. പിന്നെ ഈ
കോഴ്സൊക്കെ കഴിയണ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ ഫുൾ ടൈം ജോലിനെ പറ്റി നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ടൈമായിട്ട് കയറിയെന്ന് പറഞ്ഞാൽ ഇവിടെ സൺഡേ സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുട്ടീക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി അവരുടെ ഫാക്ടറിയിലായിരുന്നു ഞാൻ ജോലിക്ക് കൊണ്ടിരുന്നത്. അത് എൻ്റെ ഫ്രണ്ട് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ജോലി. അവൻ അവിടെ ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇങ്ങനെ വേക്കൻസി ഉണ്ട്, അപ്പോൾ നീ അപ്ലൈ ചെയ്ത് നോക്ക്, എന്താ പിന്നെ ബാക്കി ആരെല്ലാം അവൻ നോക്കിക്കോളാം പറഞ്ഞാൽ എന്നെ അവിടെ പോയി നൈസായിട്ട് പുള്ളി പൊക്കിയൊക്കെ അടിച്ച് ഞാൻ എന്താ ഒരു അസിസ്റ്റൻറ്റ് ഷെഫ് എന്ന രീതിയിൽ പുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ പിന്നെ അങ്ങനെയായിരുന്നു അവിടെ വർക്ക് ചെയ്യാൻ കയറിയത്. അവിടെ ഞാൻ നോയിസ് ഷെഫായിട്ടായിരുന്നു വർക്ക് ചെയ്യാൻ കയറിയത്. ആക്ച്വലി ലൈക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് അവിടെ. ഞാൻ വിചാരിച്ചു ലൈക്ക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നം, അല്ലെങ്കിൽ ലൈക്ക് സ്കില്ലില്ലാത്ത ഭയങ്കര പ്രശ്നമായിരിക്കും. എനിക്ക് ഭയങ്കര വെറി ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അത്ര ഒരു സീനൊന്നും ഉണ്ടായില്ല. അവിടെ ഒരു ലെബനോൺ അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ അണ്ടറിൽ ഞാൻ അങ്ങനെ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പഠിച്ചു. ലൈക്ക് റാപ്പുകൾ, സലാഡ്സുകൾ, അതുപോലെ തന്നെ കീഷ് കാര്യങ്ങളൊക്കെ ഞാൻ ആ പുള്ളിക്കാരത്തിയാണ് എന്നെ പഠിപ്പിച്ചെന്ന കാര്യമായിട്ടും. പിന്നെ ആള് ലീവ് എടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ തന്നെ ആ ഒരു ഫീൽഡ് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഒരു ഭാഗ്യം എന്നുള്ള സംഭവം ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ പാർട്ട് കിട്ടാനായിട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഈവൻ ഞാൻ വന്നപ്പോൾ തന്നെ കുറേ നാൾ ഗ്യാരേജിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോൾ തന്നെ ബർഗർ കിങ്ങിൽ പാർട്ട് ടൈം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് മാറിയായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഓൾമോസ്റ്റ് ക്ലാസ് തീരാറായി. സോ എൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫുൾ ടൈമായിട്ട് എവിടെയെങ്കിലും നല്ലൊരു പൊസിഷനിൽ കയറുക. അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഹയാത്തിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഓഫർ വന്നായിരുന്നു. സോ ഞാനൊന്നും നോക്കിയില്ല, എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഫീൽഡ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു. അവിടെ എനിക്കൊരു വേറെ സെക്കൻഡ് തോട്ടൊന്നും വന്നില്ലായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ കറൻ്റ്ലി ഫുൾ ടൈം ആവാൻ വേണ്ടി പ്ലാൻ ഇട്ടിരുന്നോടന്ന് പയ്യെ റിസൈൻ ചെയ്തിട്ട് ഇവിടേക്ക് കാർഡ് വെച്ചു. സോ ഇപ്പോൾ കാർഡ് കിട്ടാനുള്ളൊരു ഡിലേ ഉള്ള കാരണം മാത്രമാണ് എനിക്കിപ്പോൾ കറൻ്റ്ലി ഞാൻ അവിടെ ജോയിൻ ചെയ്യാത്തത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ലൈക്ക് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ലൈക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. സോ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരു സ്കില്ല് എന്തായാലും ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടമുള്ള ഫീൽഡിൽ മാക്സിമം നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. നമ്മൾ ഇവൻ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചുമ്മാ ആ ജോലിക്ക് പാർട്ട് ടൈം പോകാതെ ഒരു കാറ്റഗറി ഫുൾ ടൈം ആവണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു സെക്ഷനിൽ നിങ്ങൾ പാർട്ട് ടൈം കയറാൻ നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസ് ആകുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ടൈം ജോലി കണ്ടുപിടിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഫേവറബിൾ ആയിരിക്കും. ഇപ്പോൾ ഇവൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഷെഫായിട്ടൊന്നും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ആ ബുട്ടിക്കിൽ കയറാൻ പറ്റിയതുകൊണ്ടും അവിടെ ജോലി ചെയ്ത് കുറേയൊക്കെ എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഫുൾ ടൈം ജോലി കണ്ടുപിടിക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ് ആയത്. സോ അങ്ങനെയുള്ള കാരണം എന്തായാലും നിങ്ങൾ നോക്കുക. അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോണ അവസ്ഥ ഒന്നും എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല. അങ്ങനെ നെഗറ്റീവ് അടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഫോർ മീ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലും എനിക്കൊക്കെ അത്യാവശ്യം ഭയങ്കര മാൾട്ട ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ തോന്നിയാണ്. ഇതുവരെ ഇവൻ ലൈക്ക് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ അടുത്ത ജോലി എന്നുള്ള സ്കീം എപ്പോഴും നമ്മുടെ ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ട്രഗിളും കാര്യമാക്കുമ്പോൾ കുറേയൊക്കെ സ്ട്രഗിൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ കുറേ ചോദിച്ച കാര്യമായിരുന്നു, ഇപ്പോൾ മാൾട്ടയിൽ നിന്ന് മൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഫോർ മീ ലൈക്ക് സോ ഫാർ മാൾട്ട എനിക്ക് ഭയങ്കര അത്യാവശ്യം ഒരു ഗുഡ് കൺട്രി ആയിട്ട് തോന്നിയാണ്. എനിക്ക് അങ്ങനെ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിളൊന്നും വരാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ മൂവ് ചെയ്യണമെന്നൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അത്യാവശ്യം നമുക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും എന്തായാലും. പക്ഷേ ഈ ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു സ്ട്രഗിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ടൂറിസ്റ്റ് ബേസ്ഡ് കൺട്രിയാണ്. സോ ഇവിടെ സമ്മറിലാണ് മെയിനായിട്ട് നമുക്ക് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് പാർട്ട് ടൈം കണ്ടുപിടിക്കാനൊക്കെ സ്ട്രഗിളിങ് ഉണ്ടെങ്കിലും ഫുൾ ടൈമിലേക്ക് വരുമ്പോൾ ഫുൾ ടൈം ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയാണ്. എന്താ വെച്ചാൽ എല്ലാവരും നോക്കുക, അവർക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ എംപ്ലോയീസിനാണ് എല്ലാവരും നോക്കുക. പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിലും എളുപ്പം എനിക്ക് തോന്നുന്നു പാർട്ട് ടൈമിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി ഫുൾ ടൈം കണ്ടുപിടിക്കുമ്പോൾ പിന്നെയും വലിയ എളുപ്പമായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാൻ എന്തായാലും മറക്കണ്ട. അപ്പോൾ സീ യു ഗൈസ് ഓൺ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ബൈ.